ഞങ്ങൾ ഒരു ട്രിപ്പ് പോയായിരുന്നേ, ജമൈക്ക അല്ല മെക്സിക്കോ ഞങ്ങൾ പോയിട്ട് റം കേക്ക് ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി റം കേക്ക് മേടിച്ചു വീട്ടിൽ കൊണ്ടുവന്നു ഞങ്ങൾ ഇച്ചിരി ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ കൗണ്ടറെ വെച്ചിട്ട് ഞങ്ങൾ റെസ്റ്റൊക്കെ എടുക്കാൻ പോയി. ക്ഷീണിച്ച് വന്നല്ലേ, കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോൾ ഞങ്ങൾ റം കേക്ക് ഇന്ന പാത്രത്തിൽ പൊടി പോലും ഇല്ല, കേക്ക് കാണുന്നില്ലേ, ആരോ അതിനിടയ്ക്ക് വന്ന് കഴിച്ചിട്ട് പോയി. അപ്പോൾ കഴിച്ചത് ആരാ നോക്കി നടക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരാളെ കാണാനില്ല. അപ്പോൾ അതാരാന്ന് വീഡിയോ ഞാൻ ഇടാം, ആരാ ഞങ്ങളുടെ റം കേക്ക് കഴിച്ചെന്ന്, എന്നിട്ട് ആ കഴിച്ച ആളുടെ കണ്ടീഷനും കൂടി ഞാൻ ഇടാം, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതെനിക്ക് ഓർമ്മ വരും റം കേക്ക് ഉണ്ടാക്കുമ്പോൾ. റം കേക്ക് ഉണ്ടാക്കാം. റം കേക്ക് പേര് പോലെ തന്നെ റം വെച്ചിട്ട് ഉണ്ടാക്കുന്ന കേക്കാണ്. അപ്പം അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. മറ്റുള്ള കേക്കുകൾ പോലെ തന്നെ അതിനാദ്യം ബട്ടറും ഷുഗറും രണ്ടും കൂടെ നമ്മൾ എപ്പോഴും ഞാൻ പറയും നല്ല സോഫ്റ്റ് ആക്കണം. അത് ഇതിൻ്റെ അകത്തോട്ട് വെജിറ്റബിൾ ഓയിലാണേ, മെഷർമെൻ്റ് എല്ലാം ഇട്ടേക്കാം. വെജിറ്റബിൾ ഓയിലും കൂടെയും ഒഴിച്ചു ഒരുമിച്ച് നല്ല സ്മൂത്ത് ആക്കി എടുക്കണം. അപ്പോൾ ഇത് നല്ലതായിട്ട് പതപ്പിച്ചെടുത്തു. പണ്ടൊക്കെ കൈ കൊണ്ടല്ലായിരുന്നു, കൈ കൊണ്ടും ഇങ്ങനെ നമ്മൾ തവിയിട്ട് തേച്ചെല്ലാം മയപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ എന്ത് എളുപ്പമാണ് ഇങ്ങനെയൊക്കെ ബീറ്ററൊക്കെ ഉള്ളതുകൊണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവാണേ. 3 മുട്ട ഫുള്ളും 1 മുട്ടയുടെ ഉണ്ണി മാത്രം. അതും കൂടി ഇട്ടു. കണ്ട അളക്കുന്ന ഒഴിക്കുവാണേ, സ്പൂൺ എടുക്കാതെ. ഇത് അവിടോട്ട് ഇരിക്കട്ടെ. ആ സമയമുണ്ട് വേറെ ഇച്ചിരി പണികളൊക്കെ ചെയ്യാനുണ്ട്. 1/4 കപ്പ് പാലാണേ, നമ്മുടെ റൂം ടെമ്പറേച്ചറിലെ പാല്. അതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങാനീര് ഒഴിക്കുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ വിനിഗർ ഒഴിച്ചാലും മതി, അതല്ലെന്നുണ്ടെങ്കിൽ മോര് 1/4 കപ്പ് ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതവിടെ മാറിയിരിക്കട്ടെ. ഇനിയും ഞാൻ റം എടുക്കുകയാണ്. റം കേക്കല്ല, നമുക്ക് റം ഒഴിക്കണമല്ലോ. 2/3 കപ്പാണ്. റമ്മിൻ്റെ അകത്തോട്ട് പാല് ഒഴിക്കുക. ലൈറ്റ് ചായ പോലെ ആയില്ലേ ഇപ്പോൾ. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ, ഇത് നമുക്ക് വേണ്ടതാണ്. അപ്പോൾ തൈരും ഇതുമെല്ലാം മാറ്റി വെക്കാം. മൈദ, ഈ ഓൾ പർപ്പസ് ഫ്ലവറിൻ്റെ അകത്തോട്ട് ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ ഉണ്ട്, അതിട്ടു. അല്ലെങ്കിൽ സോൾട്ട് 1/2 ടീസ്പൂൺ സോൾട്ടും എടുത്തു. ഇത് എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫോർക്കും കൊണ്ട് വേണേൽ എടുക്കാം, അല്ല ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിച്ചെടുക്കാം, എങ്ങനെ ചെയ്താലും മതി. അപ്പോൾ അത് മിക്സ് ചെയ്തു. മാവ് മിക്സ് ചെയ്തു, റമ്മും പാലൂടെ മിക്സ് ചെയ്തു, പാലും നാരങ്ങാനീരോട് മിക്സ് ചെയ്തു. ഇതിലേക്ക് മാവിടാൻ വേണ്ടി. മാവിടുമ്പം എപ്പോഴും മാവിടണം ആദ്യം. ഞാനിത് സ്റ്റാർട്ടാക്കുന്നില്ലേ, കാര്യം പൊടി പറന്നു പോകും. ഞാൻ എപ്പോഴും ഇതൊക്കെ പറയാറുള്ളതാണ്. ഇങ്ങനെ നമ്മൾ ഇതും കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ആ കലക്കി വെച്ചേക്കുന്ന റമ്മും പാലൂടെയുള്ള മിക്സ്ചറില്ലേ, അതൊഴിക്കണം. ഒഴിച്ചു. ഇനി ബീറ്റ് ചെയ്യണം. ഇനി വീണ്ടും മാവിടാൻ പോവാ. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ആ കലക്കി വെച്ചിരുന്ന റമ്മും മിൽക്ക് കൂടെ ഉള്ളതും പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. ആദ്യവും അവസാനവും മാവ് തന്നെ ആയിരിക്കും ഇടേണ്ടത്. മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഞാനിത് ഉപയോഗിക്കുന്നില്ലേ, ഇനി വെച്ച് ഉപയോഗിക്കാം. സ്പാറ്റുല വെച്ച് ഉപയോഗിക്കത്തേ ഉള്ളേ. നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നാരങ്ങയുടെ നീരും പാലും കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഒഴിക്കാം. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. 325 ഡിഗ്രി ഫാരൻഹൈറ്റിൽ അവൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 9 ഇഞ്ച് പാനിലേക്ക് ബട്ടറൊക്കെ തേച്ച് വെച്ചിരിക്കുകയാണേ. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഇതിൽ ടേസ്റ്റിൻ്റെ മധുരം കറക്റ്റാണ്, സോഫ്റ്റാണ്, എടുക്കുമ്പോൾ നല്ല ഫ്ലഫിയാണ് മാവ് മൊത്തത്തിൽ. എനിക്ക് മാവ് ഇഷ്ടമാണെന്നുള്ള കാര്യം എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഭയങ്കര ഇഷ്ടം മാവ് കഴിക്കാൻ. അപ്പോൾ ഇതിന്ന് ടാപ്പ് ചെയ്യാം.
ടാപ്പ് ചെയ്തു. ഇനി ഇത് 1 hour 325 ഡിഗ്രി ഫാരൻഹൈറ്റിൽ ബേക്ക് ചെയ്തുകൊണ്ട് വരാം. ഇതേ റം കേക്ക് ഓൾമോസ്റ്റ് റെഡിയായി. ഒരു 10 മിനിറ്റിനുള്ളിൽ അത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് അതിന് പുറത്തൊഴിക്കാൻ ഗ്ലേസ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ബട്ടർ മെൽറ്റാണേ. ബട്ടർ ഇപ്പോൾ ഓൾമോസ്റ്റ് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ മെൽറ്റായ ബട്ടറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഉണ്ട്. ഇത് അലുക്കണം, പഞ്ചസാര മെൽറ്റാവണം. തിള വരുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം. ഇനി ഇത് തിളയ്ക്കണം കിടന്ന്. അൺസോൾട്ടഡ് ബട്ടർ ആയിരുന്നു, അത് കാരണം ഇച്ചിരി ഒരു പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്യും. സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ നിങ്ങൾ ഇടണ്ട. ഇനി ഇത് തിളച്ച് നല്ലതായിട്ടൊന്ന് കുറുകും. ആണ് പാകം. തിളയ്ക്കുന്നുണ്ട് കണ്ടോ. ഇതിലേക്ക് റമ്മ്, ഒരു 1/4 കപ്പ് റമ്മ് ഒഴിക്കേ. തിളച്ചിട്ടൊരു സോസ് പരുവത്തിലാവും. അപ്പോൾ അത് നമ്മൾ റം കേക്കിൻ്റെ പുറത്തേക്ക് ഒഴിക്കും. ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ചെറുതായിട്ടൊന്ന് കുറിയിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്ത് വയ്ക്കാം. കേക്ക് ഞാൻ ഒരു മണിക്കൂറും 10 മിനിറ്റും വെച്ചായിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ കുത്തി നോക്കിയപ്പോൾ ഇത് വെന്തിട്ടില്ലായിരുന്നു, ആയില്ലായിരുന്നു. പിന്നെ ഞാൻ വെച്ചു അത്രയും കൂടെ. സോ നിങ്ങളും അങ്ങനെ കുത്തി നോക്കണം. നോക്കിയിട്ട് കയ്യെ പറ്റുന്നില്ലെങ്കിലാണ് കറക്റ്റ്. അപ്പോൾ ഇത് കണ്ടോ നല്ലതായിട്ട് പൊങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇത് ചൂടുണ്ട്. ഇത് കേക്ക് ആവുന്നതിന് 10 മിനിറ്റ് മുമ്പാണ് ഇത് ഉണ്ടാക്കിയത്, ഈ സിറപ്പ് ഉണ്ടാക്കിയത്. സോ ഇത് ചൂടുണ്ട്, അതിനും ചൂടുണ്ട്. അപ്പോൾ ഇതിനി നമ്മൾ ഹോൾസ് ഇടാൻ പോണേ. അപ്പോൾ ഇങ്ങനെ നിറച്ച് ഹോൾസ് ഇടുക. ഇട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സിറപ്പുണ്ടല്ലോ, അല്ലെ സോസ്, ഇതിൻ്റെ പുറത്തോട്ട് അങ്ങ് ഒഴിക്കാൻ പോവാണേ. മുങ്ങിക്കിടക്കണം ഇതിൻ്റെ അകത്ത്. അപ്പോൾ കുറേശ്ശെ കോരി ഒഴിക്കാം. ഇത് ഞാനൊരു 15 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വയ്ക്കും. എന്ന് വെച്ചാൽ ഇത് മുഴുവൻ ഇതിൽ പിടിക്കണം, കേക്കിൽ പിടിക്കും ഇരുന്നിട്ട് കുതിർന്നിട്ടേ. അപ്പോൾ ഈ ചുറ്റുമുള്ളതൊക്കെ ചുമ്മാ ഇങ്ങനെ അങ്ങോട്ട് ആക്കി കൊടുക്കുക. നമ്മളുണ്ടാക്കിയ സിറപ്പ് അതിൽ കൂടെ ഒഴിയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കുമല്ലോ. ഇത് കണ്ടേ എത്ര സോഫ്റ്റാണ് നോക്കി. പഞ്ഞി പോലെ എന്നൊക്കെ പറയത്തില്ലേ, പഞ്ഞി. നല്ല മണമുണ്ട്. ഒത്തിരി ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ പിന്നെ ഒരുപാട് ഓവറൊന്നുമില്ല. നല്ല കേക്കാണേ. ഞങ്ങൾ കേക്ക് മോട്ടിച്ചു പോയി ആരാന്ന് പറഞ്ഞില്ലേ, വീഡിയോ കണ്ടല്ലോ, കിടക്കുന്ന കണ്ടോ. അവനാ തിന്ന് തീർത്തത് മൊത്തം. പിന്നെ ഇനിമ അടിച്ചു മാറ്റാൻ പ്ലാൻ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. പക്ഷേ ഇത് നല്ല കേക്കാണ് കേട്ടോ. ട്രൈ ചെയ്തുകൊണ്ട് കണ്ടോ വിടർന്ന് പോകുന്നു, അത്രയ്ക്ക് സോഫ്റ്റാണേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോ. അപ്പോൾ മെറി ക്രിസ്മസ്.